മാസത്തിന്റെ പ്രത്യേകത? എന്താണ് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത? നമ്മൾ എല്ലായിടത്തും, ഈ ലോകം മുഴുവനും ഈ ഒരു മാസത്തില് ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ ഉണ്ണീശോ ജനിച്ച ദിവസം. ആ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു ക്രിസ്മസ്, ഈ ഒരു മാസത്തില് നമുക്ക് കുറെ മധുരിക്കുന്ന ഓർമ്മകളും ഉണ്ടല്ലേ ഈ ഒരു ക്രിസ്മസ് മാസത്തില്. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ആദ്യം ഓർമ്മയിലേക്ക് എത്തുന്നത് എന്തായിരിക്കും? ക്രിസ്മസ് കേക്ക് അല്ലെ? നമ്മളിപ്പോ കോളേജുകളിലായാലും സ്കൂളുകളിലായാലും ഇപ്പൊ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെ കുറിച്ച് ആലോചിക്കുക, ഏത് തരം കേക്ക് വാങ്ങണം, എങ്ങനെയുള്ള കേക്ക് വാങ്ങണം, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നത് അല്ലെ? അപ്പോ ഒരു കേക്ക് നമുക്കറിയാലോ, ഒരു കേക്ക് ബേക്ക് ചെയ്യണമെങ്കിൽ തന്നെ എന്തൊക്കെ സാധനങ്ങളായാലും എന്തൊക്കെ ഐറ്റംസ് ആണ് അതിലിടുക, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ മൈദ ഉപയോഗിക്കും, ഷുഗർ ഉപയോഗിക്കും. ഇതെല്ലാം ഓരോരോ പ്രപ്പോർഷനിലാണ് നമ്മൾ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ഈ ഒരു കേക്കിനെ, ഈ ഒരു ക്രിസ്മസ് കേക്കിനെ തന്നെ നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറെ അധികം സന്തോഷങ്ങളും സങ്കടങ്ങളും ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ് അല്ലെ? സന്തോഷം വരുമ്പോൾ മാത്രം കുറെ അധികം നമ്മൾ സന്തോഷിച്ചിട്ട് കാര്യമില്ല. ദുഃഖം വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതും ഒരു പ്രപ്പോർഷനിൽ കൊണ്ടു നടക്കണം. അല്ലെങ്കിൽ ദുഃഖം വന്നിട്ട് അയ്യോ എനിക്ക് ദുഃഖമാണല്ലോ എന്ന് വിചാരിച്ച് അതും വിഷമിച്ചിരിക്കരുത്. നമ്മൾ അതിനും എന്ത് ചെയ്യണം? ഫേസ് ചെയ്യണം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനും ഫേസ് ചെയ്യണം. സന്തോഷം വന്നാൽ സന്തോഷിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഓരോരോ പ്രപ്പോർഷനിൽ വേണം നമ്മൾ ഇതിനെ കൊണ്ടുപോകാൻ. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലും എന്തുണ്ടാവുന്നത്? നല്ല മധുരമായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയും പറയാം, നല്ല മധുരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഒരു കേക്കുമായിട്ട് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കുറെ അധികം ഓർമ്മകളും കുറെ അധികം സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. അപ്പോ ഈ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസംബർ മാസത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഒരുപോലെ ഒരുമിച്ച് എന്ത് ചെയ്യണം? അതിനെ ഒരു പ്രപ്പോർഷനിൽ കൊണ്ടുപോകണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ക്രിസ്മസ് കേക്ക് തന്നെ എടുത്തോ. ക്രിസ്മസ് കേക്ക് ഇപ്പൊ നമ്മളൊരു കൂട്ടം ആളുകളാണോ അത് കഴിക്കുന്നത്? അല്ല. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവര് ക്രിസ്മസിനെയാണ് അവർ ആദ്യം ആലോചിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ ക്രിസ്മസ് കേക്കിനെ അതൊക്കെ അവരുടെ ലൈഫിലെ ഓരോ മധുരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരു കൂട്ടം ആൾക്കാരല്ല ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈ ലോകമെമ്പാടുമുള്ള ആളുകളാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് നിർത്തുന്നു.